കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ ഇത് എൻ്റെ അവസാനത്തെ വാക്കുകളായിട്ടെന്ന് നിങ്ങൾ കരുതണം. ഇത് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക്. ആരോഗ്യ കേരളം എന്ന് പറയുന്ന നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ് PR ഏജൻസികളിലൂടെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ആരോഗ്യ മേഖലയുടെ സ്ഥിതിയാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണുവിന്റെ മരണത്തിലൂടെ വീണ്ടും വെളിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൃദയം തകർന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം പ്രൈവറ്റ് ആശുപത്രികളിൽ പോകാൻ അദ്ദേഹത്തിന് സാമ്പത്തികമില്ല, പണമില്ല. കൊല്ലത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആംബുലൻസിന് കാശ് കൊടുക്കാനില്ലാത്ത ആ കുടുംബം കാശ് കൊടുത്ത് ആംബുലൻസിൽ വളരെ വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു. അവരുടെ വിശ്വാസം എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും നമ്പർ 1 ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. 6 ദിവസമാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ, ഒന്ന് കെയർ ചെയ്യാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ ആളില്ലാതെ ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ കിടന്ന് ആ നിരാലംബനായി ഞാൻ പറഞ്ഞതുപോലെ ഒരാശ്രയവുമില്ലാതെ അവിടെ അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നത് എന്തൊരു ദുരവസ്ഥയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്മൾ നേരിടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മുഴുവൻ കൈക്കൂലിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പട്ടിയെ നായ നോക്കുന്നത് പോലെയാണ് അവിടുത്തെ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥർ നോക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണിത്. മെഡിക്കൽ കോളേജുകളിൽ പോയാൽ, ഇന്നത്തെ ഭരണത്തിന്റെ സംവിധാനത്തിൽ ആശുപത്രികളിൽ പോയാൽ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കുന്നില്ല. പാവപ്പെട്ടവന്റെ അവസാനത്തെ ആശ്രയമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത്. ആ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോയാലത്തെ സ്ഥിതി കേരളത്തിൽ നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഹൃദയം തകർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെ കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ല, കട്ടിലിന്റെ താഴെ കിടത്തിയിരിക്കുകയാണ്. ICU-ൽ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗി, അയാൾക്ക് സ്ട്രോക്ക് വന്ന രോഗിയാണ്. എത്ര ദിവസം? 6 ദിവസം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ദുര്യോഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ആരോഗ്യ വകുപ്പിൽ? എന്ത് പറഞ്ഞിരുന്നാലും മന്ത്രി എന്താ ആ സ്ത്രീ പറഞ്ഞതെന്താ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞത്? ഇനി എന്ത് റിപ്പോർട്ട്? മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് ചോദിക്കുന്നു എന്നാ പറഞ്ഞത്. എന്ത് റിപ്പോർട്ടാ? എന്ത് സംഭവം ഉണ്ടായിരുന്നാലും ഈ മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ചോദിക്കുക. ആ റിപ്പോർട്ടുകളെല്ലാം കൂടെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ മതി. എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നടപടികൾ സ്വീകരിച്ചു? എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? പാവപ്പെട്ട ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അനാഥമായി 2 പെൺകുട്ടികൾ. ചോദിക്കാൻ ആളുകളുടെ 2 ദിവസം കഴിയുമ്പോൾ വാർത്തകളിൽ നിന്ന് പോകും. കുടുംബം അനാഥമായി. എത്ര കുടുംബങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ നെറികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട്, ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര ആളുകളാണ് കേരളത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഈ അശ്രദ്ധയോടുകൂടി ഈ കൈകാര്യം ചെയ്ത ആളുകളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, നടപടി സ്വീകരിക്കണം മന്ത്രി. ഈ കാര്യത്തിൽ മന്ത്രി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇത്രയധികം നിരുത്തരവാദപരമായ സമീപനമെടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു. റിപ്പോർട്ട് വാങ്ങി എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? മന്ത്രി വീണ ജോർജ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എടുക്കുന്ന മന്ത്രിയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. രാജിവെച്ച് പുറത്തു പോകണം, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതായിരുന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ കിടക്കാൻ സ്ഥലമില്ല. 50 പേർക്ക് കിടക്കുന്നിടത്ത് 150 പേർ കിടക്കുകയാണ്. കട്ടിലിന്റെ താഴെ മാത്രമല്ല, കട്ടിലിന്റെ അടിയിൽ കിടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരാളിന് വേണ്ടി ഇതുപോലെ ഒരു കുട്ടി എന്നെ വിളിച്ചു. മകളാണ്, കിഡ്നി രോഗമുള്ള രോഗി ഹാർട്ട് അറ്റാക്ക് വന്നു. 5 മണിക്ക് അഡ്മിറ്റ് ചെയ്ത് രാത്രി 12 മണിയായിട്ട് ഒരു മനുഷ്യൻ പോയി തിരിഞ്ഞു നോക്കിയില്ല. കേശവൻ എന്നാണ് രോഗിയുടെ പേര്. ആ കുട്ടി വളരെ പ്രയാസത്തോടു കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടർമാരില്ല. ഇത് വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്ത വേണു
ആ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയായി, ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആയപ്പോൾ ഒരു മനുഷ്യനില്ല. ഞായറാഴ്ച ആയാൽ ആശുപത്രിയുടെ സ്ഥിതി അറിയാൻ പറ്റും, ഒരു മനുഷ്യനില്ല. തിങ്കളാഴ്ച വന്നു, ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഇദ്ദേഹം അവിടെ കിടന്ന് വിളിക്കുകയാണ്. ചോദിക്കുമ്പോൾ എന്റെ വകുപ്പല്ല, ഞാൻ നോക്കുന്ന രോഗിയല്ല. എന്ത് മനുഷ്യത്വം മരവിച്ച ഒരു ആരോഗ്യ വകുപ്പിലെ സംവിധാനങ്ങളിൽ എല്ലാ ഡോക്ടർമാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. നിങ്ങളും ആശുപത്രിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ യൂണിഫോം ഇട്ട ജീവനക്കാർ ഒരു അക്ഷരം മറുപടി പറയില്ല. പാവപ്പെട്ടവനാണ് അവിടെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഈ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപ് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി. ആ മെഡിക്കൽ കോളേജ് തുടങ്ങിയിരുന്നു എങ്കിൽ ഈ ആളുകളെ തറയിൽ കിടക്കേണ്ടി വരുമായിരുന്നു. കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ? 10 വർഷമായി 1000 കുട്ടികൾക്ക് MBBS പഠിക്കാമായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി വന്ന് ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ്, തൈക്കാട് ആശുപത്രിയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും ചേർന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇപ്പോഴും പൂട്ടിയിട്ടിരിക്കുക. കേന്ദ്രമന്ത്രി നഡ്ഡ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്? എന്ത് കാരണമാണ്? ഓരോ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരും ആരോഗ്യമന്ത്രിമാരും പോയി മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം കിട്ടാൻ അവിടെ കാത്തുകെട്ടി കിടക്കുകയാണ്. ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആദ്യം എടുത്ത തീരുമാനം തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് ഈ ഗവൺമെന്റ്. അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇതുപോലെയുള്ള പാവപ്പെട്ടവൻ അനുഭവിക്കുന്നത്. ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല. ആശുപത്രിയിൽ പോയാൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതെന്താ? ഓപ്പറേഷൻ നടത്തണമെങ്കിൽ എക്യുപ്മെന്റ് ഇല്ല, അവിടെ പഞ്ഞി പോലുമില്ല, മരുന്ന് പോലും